നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രചാരമുള്ള നിത്യോപയോഗ വസ്തുക്കളിൽ ഒരുപക്ഷെ ഒന്നാം സ്ഥാനം പാലിനായിരിക്കും. പാലും പാൽച്ചായയുമൊക്കെ എല്ലാ മലയാളി വീടുകളിലും സർവ്വസാധാരണമാണ്. ദിവസം ഒരു പാൽച്ചായയെങ്കിലും കുടിക്കാത്ത മലയാളികൾ വളരെ ചുരുക്കവുമായിരിക്കും. ഈ കാരണം കൊണ്ട് തന്നെ പാലിന് എല്ലായ്പ്പോഴും വലിയ ഡിമാൻഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പാലിൻ്റെ വില കൂടുന്നത് ശരാശരി മലയാളികളുടെ കുടുംബ ബജറ്റിനെ സാമാന്യം നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് എന്നും പറയാം. ഇത്രയ്ക്ക് ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ പാൽ ഏറെക്കുറെ പെട്രോൾ പോലെയാണ് എന്നൊക്കെ പറയാം. വില എത്ര കൂടിയായാലും ആവശ്യക്കാർ ഗതികോടുകൊണ്ട് വാങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. കേരളത്തിലെ കാര്യം നോക്കിയാൽ പല ബ്രാൻഡിലുള്ള പാലുകൾ ഇന്ന് ലഭ്യമാണ്. നമ്മുടെ സ്വന്തം മിൽമ മുതൽ ഗുജറാത്തിൽ നിന്ന് വരുന്ന അമൂൽ വരെ സുലഭമായി നമ്മുടെ കേരളത്തിൽ കിട്ടും. ഇങ്ങനെ നിരവധി ബ്രാൻഡുകളുള്ള കേരളത്തിൻ്റെ മാർക്കറ്റിലേക്ക് ഒരു ബ്രാൻഡ് കൂടി വരാൻ പോവുകയാണ്. കർണാടകയിലെ മിൽമ എന്നൊക്കെ വിളിക്കാവുന്ന നന്ദിനി മിൽക്കാണ് കേരളത്തിലേക്കും അവരുടെ മാർക്കറ്റ് ഇപ്പോൾ വ്യാപിപ്പിക്കാൻ തുടങ്ങുന്നത്. നന്ദിനിക്കെതിരെ കടുത്ത എതിർപ്പുമായി നമ്മുടെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അടക്കം രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഈ എതിർപ്പിനെ എല്ലാം മറികടന്ന് അല്ലെങ്കിൽ അവഗണിച്ച് സംസ്ഥാനത്ത് പാൽ വിതരണം സജീവമാക്കാൻ ഒരുങ്ങുകയാണ് നന്ദിനി. 6 മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് 25 ഔട്ട്ലെറ്റുകൾ തുറക്കാനാണ് ഇവരുടെ പരിപാടി. 2 വർഷത്തിനകം ഓരോ താലൂക്കിലും ഓരോ ഔട്ട്ലെറ്റുകളെങ്കിലും തുടങ്ങും. ചെറുകിട കടകൾക്ക് ഏജൻസി നൽകില്ലെന്നും പാൽ കൃത്യമായ ഊഷ്മാവിൽ സംഭരിച്ച് എത്തിക്കാനായി വാഹനവും സൂക്ഷിക്കാൻ സൗകര്യമുള്ള കോൾഡ് സ്റ്റോറേജും ഉള്ളവർക്ക് ഏജൻസി നൽകൂ എന്നുമാണ് നന്ദിനിയുടെ നിലപാട്. കേരളവുമായി ഏറ്റുമുട്ടലിന് ഇല്ല എന്നും കുറവുള്ള 2.5 ലക്ഷം ലിറ്റർ പാൽ വിപണിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം എന്നുമാണ് നന്ദിനിയുടെ വിശദീകരണം. 6 മാസത്തിനകം കുറഞ്ഞത് 25 ഔട്ട്ലെറ്റുകൾ, മിക്ക ജില്ലയിലും 2 എണ്ണമെങ്കിലും ഉണ്ടാകും. ജനസാന്ദ്രത കൂടിയ ജില്ലയാണെങ്കിൽ ഔട്ട്ലെറ്റുകൾ ഇനിയും കൂടും എന്നാണ് നന്ദിനിയുടെ നിലപാട്. ഈ 25 ഔട്ട്ലെറ്റുകൾ വഴി ദിവസേന 25,000 ലിറ്റർ പാൽ വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം. 2 വർഷത്തിനുള്ളിൽ എല്ലാ താലൂക്കിലും ഓരോ ഔട്ട്ലെറ്റുകൾ ഉറപ്പാക്കും. നിലവിൽ എറണാകുളം ജില്ലയിലെ കാക്കനാട്, എളമക്കര, പത്തനംതിട്ട ജില്ലയിലെ പന്തളം, മലപ്പുറം ജില്ലയിലെ മഞ്ചേരി, തിരൂർ, ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്നിവിടങ്ങളിലാണ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നത്. കോഴിക്കോട്, തലശ്ശേരി, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ കൂടി ഉടൻ ഔട്ട്ലെറ്റുകൾ തുറക്കും. ഇതിനു പുറമെയാണ് 16 എണ്ണം കൂടി തുറക്കാനുള്ള തീരുമാനം. നേരത്തെ നന്ദിനി നല്ല പാലല്ല, കുഞ്ഞുങ്ങളും സാധാരണക്കാരും അന്യസംസ്ഥാന പാൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയാണ് മന്ത്രി ചിഞ്ചുറാണി വളരെ അസഹിഷ്ണുതയോടെ പറഞ്ഞത്. എന്നാൽ ശരാശരി മലയാളികൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഈ മുട്ടാപ്പോക്ക് നയം എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയും എന്നാണ് സംശയം. കാരണം നന്ദിനി ഒരു തരത്തിൽ ഒരു സംസ്ഥാന സർക്കാർ ഉൽപ്പന്നമാണ്. കർണാടകയിൽ കുട്ടികൾ അടക്കമുള്ളവർ സുരക്ഷിതമായി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അങ്ങനെയുള്ള പാലിന് വില കുറവാണെങ്കിൽ ആളുകൾ അത് വാങ്ങും എന്നതിൽ യാതൊരു സംശയവുമില്ല. കർണാടകത്തിൽ ഉള്ള നന്ദിനിക്ക് അവരുടെ പാൽ ചിലവ് കുറച്ച് കേരളത്തിൽ എത്തിച്ച് വിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഇത്ര വില കൂടുതൽ വന്നു എന്ന കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് മിൽമയ്ക്ക് വില കുറച്ചുകൂടാ എന്നും നമ്മൾ ചിന്തിക്കണം. കർഷകരുടെ കാര്യം നോക്കിയാൽ ഒരു കർഷകനും മിൽമ 1 ലിറ്റർ പാലിൻ്റെ വില മുഴുവനായി നൽകുന്നില്ല എന്നതാണ് വാസ്തവം. പാലിൻ്റെ കൊഴുപ്പും വെള്ളത്തിൻ്റെ അംശവും നോക്കിയ ശേഷം യഥാർത്ഥ വിലയേക്കാൾ കുറഞ്ഞ തുകയാണ് മിൽമ കർഷകന് നൽകുന്നത്. എന്നാൽ ഇതേ പാൽ മിൽമ വിൽക്കുന്നത് കൂടിയ വിലയ്ക്കുമാണ്. ഇതെല്ലാം മലയാളികൾക്ക് അറിയാം എന്നിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ മന്ത്രി കുഞ്ഞുങ്ങളും സാധാരണക്കാരും അന്യസംസ്ഥാന പാൽ ഉപയോഗിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്.